പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവിൻ്റെ കൃപയാൽ കർത്താവ് നമുക്ക് ഒരു ദിവസം കൂടി ദാനമായി തന്നു. ആ കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിനെ കേൾക്കുവാൻ, കർത്താവിന് നമ്മളെക്കുറിച്ചുള്ള ആഗ്രഹങ്ങൾ അറിയുവാൻ നമുക്ക് ദൈവം അവസരം തന്നിരിക്കുക. നമ്മൾ ദൈവവചനം കേൾക്കുമ്പോഴെല്ലാം ദൈവത്തിൻ്റെ നമ്മളോടുള്ള ദൈവത്തിൻ്റെ ഹിതം നമുക്ക് വെളിപ്പെടുത്തി തരുന്നൊരു അനുഭവമാണ്. അതുകൊണ്ട് തന്നെ ദൈവമക്കൾക്ക് ദൈവത്തെ കേൾക്കുവാനായിട്ട് എത്രമാത്രം സന്തോഷമുണ്ടായിരിക്കണം. കാരണം ദൈവത്തെ കേൾക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. ഇന്ന് പലപ്പോഴും പലരും ദൈവത്തെ കേൾക്കുന്നതിൽ ഉത്സുകരല്ല. എന്നാൽ നാം ദൈവത്തെ കേൾക്കുന്നവരായിരിക്കണം. ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനെക്കുറിച്ച് ചില കാര്യങ്ങളാണ്. കാരണം നമ്മളുമായിട്ട് അബ്രഹാമിന് എന്ത് ബന്ധമെന്ന് ചോദിച്ചാൽ ആഴമായ ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനാധാരമായിട്ട് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് റോമാലേഖനം അതിൻ്റെ 4-ാം അധ്യായം 16-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗമാണ്. റോമാലേഖനം 4-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം വായിക്കുന്നത് ഇങ്ങനെയാണ്: അബ്രഹാമിൻ്റെ വിശ്വാസമുള്ളവർക്കും കൂടെ ഉറപ്പാകേണ്ടതിന് തന്നെ. അബ്രഹാമിൻ്റെ വിശ്വാസമുള്ളവർ. അപ്പോൾ ഇവിടെ തിരുവെഴുത്ത് പറയുന്നത് ഒരു യഥാർത്ഥ വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിൻ്റെ വിശ്വാസമുള്ളവരായിരിക്കണമെന്ന്. അബ്രഹാമിൻ്റെ വിശ്വാസമുള്ളവർ നമ്മൾ മനസ്സിലാക്കണം. അബ്രഹാമിൻ്റെ വിശ്വാസം, അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അബ്രഹാമിൻ്റെ വിശ്വാസമുള്ളവരായിരിക്കുക. ആ അബ്രഹാമിൻ്റെ വിശ്വാസത്തിൻ്റെ ശ്രേഷ്ഠത നമ്മൾ അറിയുന്നത് എത്ര നല്ലതാണ്. അതേ 4-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം വായിക്കുമ്പോഴും കാണുന്നത്, അവന് കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുന്നത് അവന് വിചാരിച്ച് മാത്രമല്ല, നമ്മെ വിചാരിച്ചുകൂടെ ആവുന്നു. കണ്ടോ, നമ്മെ വിചാരിച്ചുകൂടെ ആവുന്നു. അപ്പോൾ ഈ വിഷയം അബ്രഹാമിനോടുള്ള ബന്ധത്തിൽ മാത്രമല്ല, അത് നമ്മോടുള്ള ബന്ധത്തിലുമാകുന്നു എന്നാണ്. അതിൻ്റെ അർത്ഥം നമ്മുടെ വിശ്വാസത്തെ നമ്മളൊന്ന് ശരിക്കും അബ്രഹാമിൻ്റെ വിശ്വാസവുമായിട്ട് ഒരു താരതമ്യ പഠനം നല്ല അനുഗ്രഹമായിരിക്കും. പല നിലകളിലും അത് നമുക്ക് വലിയ നിത്യതയിലോടുള്ള ബന്ധത്തിൽ വലിയ അനുഗ്രഹമായിട്ട് മാറും. ഞാനങ്ങനെ ഒരു വലിയ നീണ്ട പഠനത്തിലൊന്നും പോകുന്നില്ല. അതിൻ്റെ സംക്ഷിപ്തമായിരിക്കുന്ന ചില കാര്യങ്ങൾ ഓർപ്പിക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പം അബ്രഹാം ദൈവം പറഞ്ഞത് അതുപോലെ വിശ്വസിച്ചു. അതാണ് അബ്രഹാമിൻ്റെ ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ അചഞ്ചലമായൊരു വിശ്വാസം. ആ വാക്കുകളെ അതുപോലെ അനുസരിക്കാനുള്ളൊരു മനോഭാവം, അതിനോട് ചോദ്യം ചെയ്യാതെ അനുസരിക്കുന്നൊരു മനോഭാവം, അതാണ് അബ്രഹാമിൻ്റെ വിശ്വാസത്തിൻ്റെ ഒരു വലിയ സവിശേഷത. നമുക്കറിയാം. പിന്നെ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 15-ാം അധ്യായം 1 മുതൽ നമ്മൾ വായിക്കുമ്പോഴത്തേക്കും അബ്രഹാമിനോട് ദൈവം പറയുന്ന ഒരു വലിയ വാഗ്ദത്ത വിഷയം നമുക്ക് കാണുവാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 15-ാം അധ്യായം അതിനുശേഷം 1 മുതൽ ഞാൻ വായിക്കുക. 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിക്കട്ടെ. അതിനുശേഷം അബ്രഹാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്തെന്നാൽ, അബ്രഹാമേ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ പരിചയം നിൻ്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. അതിന് അബ്രഹാം, കർത്താവായ യഹോവേ, നീ എനിക്ക് എന്തു തരും? ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ. എൻ്റെ അവകാശി ദമ്മേശക്കാരനായ ഈ എലയാസർ അത്രേ എന്ന് പറഞ്ഞു. നീ എനിക്ക് സന്തതിയെ തന്നിട്ടില്ല. എൻ്റെ വീട്ടിൽ ജനിച്ച ദാസൻ എൻ്റെ അവകാശിയാകുന്നു എന്ന് അബ്രഹാം പറഞ്ഞു. അവൻ നിൻ്റെ അവകാശിയാകയില്ല. നിൻ്റെ ഉദരത്തിൽ നിന്നും പുറപ്പെടുന്നവൻ തന്നെ നിൻ്റെ അവകാശിയാകുന്നു എന്ന് അവന് യഹോവയുടെ അരുളപ്പാട്. നോക്കണേ,
നിന്റെ ഉദരത്തിൽ നിന്നും പുറപ്പെടുന്നവൻ തന്നെ നിന്റെ അവകാശിയാകും എന്ന് അവന് യഹോവയുടെ അരുളപ്പാട്. എന്നിട്ട് പിന്നെ അവനെ പുറത്തു കൊണ്ടുവന്നു. നീ ആകാശത്തേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു. നിന്റെ സന്തതി ഇങ്ങനെയാകും എന്ന് അവനോട് കൽപ്പിച്ചു. അവൻ യഹോവയിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. നോക്കണം, അപ്പം ദൈവം പറഞ്ഞ കാര്യം അതുപോലെ അബ്രഹാം വിശ്വസിച്ചു. നോക്കണം, തനിക്ക് മക്കളില്ലാത്ത അബ്രഹാം ദൈവത്തോട് ആ കാര്യം പറഞ്ഞപ്പോൾ ദൈവം പറയാണ്, നിനക്ക് സന്തതി ഉണ്ടാകാൻ പോകുക. എന്നിട്ട് ആകാശവിധാനത്തിലേക്ക് നോക്കി നക്ഷത്രങ്ങളെ എണ്ണുവാൻ പറയുക. എന്നിട്ട് പറഞ്ഞു, ഇതുപോലെ നിനക്ക് സന്തതി ഉണ്ടാകാൻ പോകുക. അത് അബ്രഹാം വിശ്വസിച്ചെന്ന. നോക്കുക, ഇത് ഒരു കഥയായിട്ടോ അല്ലെങ്കിൽ നടക്കാൻ പറ്റുകയില്ലാത്തൊരു സംഭവമായിട്ടോ അല്ല. ദൈവം പറഞ്ഞതുകൊണ്ട് അത് അവന് വിശ്വസിച്ചു. എന്നിട്ട് ആ വിശ്വാസത്തെ ആദരിച്ചിട്ടാകാം ദൈവം അബ്രഹാമിനെ അവൻ്റെ പേര് മാറ്റുന്നുണ്ട്. അതിൻ്റെ 17-ാം അധ്യായം വരുമ്പോൾ, 17-ാം അധ്യായം ഉൽപ്പത്തി ചാപ്റ്റർ 17 വേഴ്സ് 4-5, അതിൻ്റെ 17-ാം അധ്യായം 4-5 വാക്യം. എനിക്ക് നിന്നോടൊരു നിയമമുണ്ട്, നീ ബഹുജാതികൾക്ക് പിതാവാകും. ഇനി നിന്നെ അബ്രഹാം എന്നല്ല വിളിക്കേണ്ടത്, ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കിയിരിക്കാൻ നിന്റെ പേർ അബ്രാഹാം എന്നായിരിക്കണം. നേരത്തെ അബ്രഹാം എന്നായിരുന്നു, ഇപ്പോൾ അബ്രാഹാം. അബ്രാഹാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ബഹുജാതികൾക്ക് പിതാവുന്ന. ഇതുവരെയും ഒരു കുഞ്ഞു പോലും ഇല്ല. നോക്കണം, ഒരു കുഞ്ഞു പോലും ഇല്ലാത്ത ഈ അബ്രഹാമിനോട് പറയുകയാണ്, നീ ഇനി അബ്രഹാമല്ല, അബ്രാഹാമാണ്. നീ ബഹുജാതികൾക്ക് പിതാവാകും. അപ്പോൾ ഇതങ്ങോട്ട് ഈ സമയത്ത് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അത്ര ലളിതമായൊരു കാര്യമല്ല. നമ്മൾ ചിന്തിക്കണം. എന്നാൽ അബ്രഹാം അത് വിശ്വസിച്ചു. ഞാൻ അബ്രഹാം ആണെന്ന് അവന് പറയുവാൻ കഴിഞ്ഞു. അത് തൻ്റെ വിശ്വാസത്തിൻ്റെ പ്രഘോഷണമായിരുന്നു. നമ്മൾ ദൈവം പറയുന്നത് അതുപോലെ വിശ്വസിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ആ നിലയിൽ സംസാരിക്കാൻ കഴിയൂ. ഇന്നിപ്പം അനേകരും ദൈവവചനത്തിൽ വിശ്വസിക്കുന്നു എന്നൊക്കെ പറയുന്നെങ്കിലും അവരത് പറയുന്നില്ല. നമുക്കറിയാം, ഒരു വ്യക്തി ഈ തിരുവചനത്തെ ഉള്ളതുപോലെ മറ്റൊരു വ്യക്തിയോട് സംസാരിക്കണമെങ്കിൽ അവൻ ആ വചനത്തിൽ വിശ്വാസം ഉണ്ടായിരിക്കണം. നമ്മൾ 2 കൊരിന്ത്യർ 4-ാം അധ്യായം 13-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, ഞാൻ വിശ്വസിച്ചു അതുകൊണ്ട് ഞാൻ സംസാരിച്ചു എന്നാണ്. ഞാൻ വിശ്വസിച്ചു അതുകൊണ്ട് ഞാൻ സംസാരിച്ചു. ഇന്ന് അനേകരും കർത്താവിൽ വിശ്വസിച്ചെന്നും രക്ഷിക്കപ്പെട്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവർക്ക് ഈ രക്ഷകനെക്കുറിച്ച് പറയാൻ കഴിയുന്നില്ല. കാരണം യഥാർത്ഥത്തിൽ അവർക്ക് വിശ്വാസം ഇല്ലെന്നുള്ളൊരു തെളിവാണ്. വിശ്വസിക്കാത്തവരെങ്ങനെ പറയാൻ കഴിയും? വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് മാത്രമേ യഥാർത്ഥത്തിൽ സുവിശേഷത്തിൻ്റെ സാക്ഷിയാകാൻ കഴിയൂ. നമ്മൾ ചിന്തിക്കണം. നമ്മൾ ദൈവമുള്ളവരെ ദൈവത്തെ വിശ്വസിക്കുക എന്നുള്ളത്, ദൈവവചനത്തിൽ വിശ്വസിക്കുക എന്നുള്ളത് എത്ര വിലപ്പെട്ട കാര്യമാണ്. നമുക്ക് അങ്ങനെ ഒരു വിശ്വാസമുണ്ടോ? ഇന്നിപ്പം യഥാർത്ഥത്തിൽ ഈ വിശ്വാസികളെന്ന് ലേബലടിച്ച് നടക്കുന്ന അനേകരും വിശ്വാസമായിട്ടൊരു കുലബന്ധം പോലും ഇല്ലെന്നുള്ളതാണ് സത്യം. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയാണെന്ന് പറയുവാൻ നമുക്ക് കഴിയുമോ? യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടവർ നടക്കേണ്ടത് പോലും വിശ്വാസത്താലാണ്. കാരണം നമ്മൾ 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 2 കൊരിന്ത്യർ 5-ന്റെ 7 വായിക്കുന്നുണ്ട്, കാഴ്ചയാലല്ല വിശ്വാസത്താലത്രേ ഞങ്ങൾ നടക്കുന്നത്. കാഴ്ചയാലല്ല വിശ്വാസത്താലത്രേ ഞങ്ങൾ നടക്കുന്നത്. വിശ്വാസത്തിലുള്ള നടപ്പ്, അത് തിരുവചനം എങ്ങനെ പറയുന്നു, എന്തു പറയുന്നോ ആ വചനത്തെ ആധാരമാക്കി അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ളൊരു നടപ്പാണ്. നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാകുന്നു. 119-ാം സങ്കീർത്തനത്തിൻ്റെ 105-ാം വാക്യം നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഈ വചനം എന്തു പറയുന്നോ
അതനുസരിച്ചാണ് ഒരു യഥാർത്ഥ വിശ്വാസി യാത്ര ചെയ്യുന്നത്. അവന് ആ വചനത്തിൽ പൂർണ്ണമായ വിശ്വാസമുണ്ട്. അപ്പോൾ വിശ്വാസികളാണ് യഥാർത്ഥമായിരിക്കുന്ന ഈ അബ്രഹാമിൻ്റെ മക്കൾ. നമ്മൾ ഒരു കാര്യം പ്രത്യേകം ചിന്തിക്കണം. പിന്നെ ഗലാത്യ ലേഖനം 3-ാം അധ്യായം 7-ാം വാക്യത്തിൽ, അതുകൊണ്ട് വിശ്വാസികൾ അത്രേ അബ്രഹാമിൻ്റെ മക്കൾ എന്ന് അറിയുവിൻ. അപ്പോൾ ആരാണ് യഥാർത്ഥമായ അബ്രഹാമിൻ്റെ മക്കൾ? വിശ്വാസികളാണ്. അപ്പോൾ നമ്മളതിൻ്റെ 9-ാം വാക്യം വായിക്കുമ്പോൾ, അങ്ങനെ വിശ്വാസികൾ വിശ്വാസിയായ അബ്രഹാമിനോട് കൂടെ അനുഗ്രഹിക്കപ്പെടുന്നു. കണ്ടോ? വിശ്വാസികൾ വിശ്വാസിയായ അബ്രഹാമിനോട് കൂടെ അനുഗ്രഹിക്കപ്പെടുന്നു. ഇനി അതിൻ്റെ ഏറ്റവും നമ്മൾ ഗഹനമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയം അതേ ഗലാത്യർ 3:29 വാക്യമാണ്. ക്രിസ്തുവിനുള്ളവരെങ്കിലോ നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതിയും വാഗ്ദത്തപ്രകാരം അവകാശികളുമാകുന്നു. കണ്ടോ? അപ്പോൾ ഇന്നുള്ള സന്തതികളെ അബ്രഹാമിൻ്റെ സന്തതിയായിട്ട് എണ്ണപ്പെടുന്നത് എപ്പോഴാണ്? അബ്രഹാമിൻ്റെ വിശ്വാസമുള്ളവർക്കാണ്. അപ്പോൾ അബ്രഹാം പരിച്ഛേദനക്കാർക്കും അഗ്രചർമ്മികൾക്കും പിതാവായി എന്നുള്ളതാണ് നമ്മൾ റോമാലേഖനത്തിൽ അതിൻ്റെ 4-ാം അധ്യായം 11-12 വാക്യം വായിക്കുമ്പോൾ കാണുന്നത്. അഗ്രചർമ്മത്തിൽ വെച്ചുണ്ടായിരുന്ന വിശ്വാസനീതിക്ക് മുദ്രയായി പരിച്ഛേദന എന്ന അടയാളം അവന് ലഭിച്ചത് അഗ്രചർമ്മത്തോട് വിശ്വസിക്കുന്നവർക്ക് കൂടെ നീതി കടക്കിടുവാൻ തക്കവണ്ണം താൻ അവർക്ക് എല്ലാവർക്കും പിതാവായിരിക്കേണ്ടതിനും. പരിച്ഛേദന മാത്രമുള്ളവരല്ല, നമ്മുടെ പിതാവായ അബ്രഹാമിന് അഗ്രചർമ്മത്തിൽ വെച്ചുണ്ടായിരുന്ന വിശ്വാസത്തെ അനുഗമിക്കുന്നവരുമായ പരിച്ഛേദനക്കാർക്ക് പിതാവായിരിക്കേണ്ടതിന് തന്നെ. അപ്പോൾ പരിച്ഛേദനക്കാർക്കും അഗ്രചർമ്മികൾക്കും ഒരുപോലെ അബ്രഹാം പിതാവാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അബ്രഹാമിൻ്റെ വിശ്വാസമാണ് അതിനകത്ത് വലിയ വിഷയം. അബ്രഹാമിൻ്റെ വിശ്വാസമുള്ളവർ. അപ്പോൾ അബ്രഹാമിൻ്റെ വിശ്വാസം ഇന്ന് നമുക്കുണ്ടോ? ദൈവം പറഞ്ഞത് അത് അങ്ങനെ തന്നെ സംഭവിക്കും എന്ന് വിശ്വസിച്ച് നമുക്ക് മുന്നേറുവാൻ കഴിയുന്നുണ്ടോ? തിരുവചനത്തിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാടുകളിൽ അതുപോലെ വിശ്വസിക്കുക എന്നുള്ളതാണ് അബ്രഹാമിൻ്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം. അബ്രഹാമിനോട് ദൈവം പറഞ്ഞാൽ അവിടുന്ന് ഉടനെ അത് അനുസരിക്കുവാനായിട്ട് തയ്യാറായിരുന്നു. അബ്രഹാമിനോട് പറഞ്ഞപ്പോൾ തന്നെ അവൻ പിതൃഭവനത്തെയും സ്വന്തം വീട്ടുകാരെ നാട്ടുകാരെ എല്ലാം വിട്ട് ദൈവം കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെട്ടതായിട്ട് നമ്മൾ ഉൽപ്പത്തി 12-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ അതിനോട് ചേർന്നുള്ള ദൈവിക വാഗ്ദത്തങ്ങൾക്ക് ഇതിനു മുമ്പ് നമ്മൾ ചിന്തിക്കുക. അബ്രഹാം എത്രമാത്രം ദൈവത്തെ വിശ്വസിക്കുകയും ദൈവത്തെ അനുസരിക്കുകയും ചെയ്തു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ഏറ്റവും വലിയ കാര്യം അബ്രഹാമിന് ദൈവത്തിലുള്ള വിശ്വാസമാണ്. ആ വിശ്വാസം ഇന്ന് നമുക്കുണ്ടോ എന്നതാണ് നമ്മുടെ പരിശോധനാ വിഷയം. അബ്രഹാമിൻ്റെ വിശ്വാസം നമുക്കറിയാം. തിരുവചനത്തെ നമ്മൾ കേട്ടിട്ട് അത് വിശ്വസിക്കാത്തത് യഥാർത്ഥത്തിൽ അതെത്ര ശിക്ഷായോഗ്യമാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നില്ല. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. പുത്രനെ അനുസരിക്കാത്തവൻ ജീവനെ കാണുകയില്ല. ദൈവക്രോധം അവൻ്റെ മേൽ വസിക്കുന്നതേ ഉള്ളൂ എന്നാണ് നമ്മൾ യോഹന്നാൻ 3:36 വായിക്കുന്നത്. അപ്പോൾ പുത്രനിൽ വിശ്വസിക്കുക. ആ ജയിലറോട് പൗലോസ് പറയുന്നത്, ജയിലർ ചോദിച്ചു, രക്ഷപ്രാപിപ്പാൻ യജമാനന്മാരെ എന്ത് ചെയ്യണം? അപ്പോൾ അപ്പോസ്തലപ്രവൃത്തി 16:31 പൗലോസ് പറയാണ്, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അതേ പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തുവിനുള്ള വിശ്വാസമാണ് നമ്മളെ രക്ഷിക്കുന്നത്. അതെ, എത്ര വിലപ്പെട്ട കാര്യമാണ്. നമുക്കിന്ന് കർത്താവിൽ വിശ്വസിച്ച് കർത്താവിൻ്റെ വചനം പറയുന്നത് അത് വിശ്വസിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? പ്രിയമുള്ളവരെ, തിരുവചനത്തിൽ എന്ത് പറയുന്നോ അതുപോലെ കൃത്യമായിട്ട് സംഭവിക്കും. അതിന് യാതൊരു മാറ്റവും ഉണ്ടായില്ല. നമുക്കറിയാം, പിന്നെ പുതിയ നിയമത്തിൽ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം, അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വലിയൊരു കാര്യം. അതിൻ്റെ 1-ാം അധ്യായത്തിൽ പിന്നെ
അതിൻ്റെ 5ഉം 6ഉം വാക്യം വായിക്കുമ്പോൾ, പിന്നെ യഹൂദിയ രാജാവായ ഹെരോദാവിൻ്റെ കാലത്ത് അബിയാക്കൂറിൽ സെക്കരിയാവ് എന്ന് പേരുള്ളൊരു പുരോഹിതനുണ്ടായിരുന്നു. അവൻ്റെ ഭാര്യ അഹരോൻ്റെ പുത്രിമാരിൽ ഒരുത്തിയായിരുന്നു. അവൾക്ക് എലിസബത്ത് എന്ന് പേർ. ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരുമായി നടക്കുന്നവരുമായിരുന്നു. അപ്പോൾ എലിസബത്ത് മച്ചിയായതുകൊണ്ട് അവൾക്ക് സന്തതിയില്ലാഞ്ഞു. ഇരുവരും വയസ്സ് എന്നവരും ആയിരുന്നു. അപ്പോൾ ഇവർ ഒരു കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈ പ്രാർത്ഥന ദൈവം കേട്ടു. സെക്കരിയാവ് ഒരിക്കൽ യാഗപീഠത്തിൽ ധൂപം കാണിക്കാൻ ചെന്നപ്പോൾ ദൂതൻ അവനോട് പ്രത്യക്ഷനായിട്ട് പറയുന്നൊരു കാര്യം അതിൻ്റെ 13 മുതൽ വായിക്കാം. ലൂക്ക 1:13 മുതൽ. ദൂതൻ അവനോട് പറഞ്ഞത്, സെക്കരിയാവെ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും. അപ്പോൾ ഇവിടെ സെക്കരിയാവിനോട് ദൂതൻ വന്ന് ഒരു കുട്ടിയുടെ ജനനത്തെക്കുറിച്ച് പറയുക. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സെക്കരിയാവ്, ഞാൻ എല്ലാ ഭാവവും വായിക്കുന്നില്ല, സെക്കരിയാവ് അവനോട് ചോദിക്കുന്നൊരു കാര്യമുണ്ട്. എന്നറിയാമോ? സെക്കരിയാവ് അതിൻ്റെ 18-ാം വാക്യം. സെക്കരിയാവ് ദൂതനോട്, ഇത് ഞാൻ എന്തൊന്നിനാൽ അറിയും? ഞാൻ വൃദ്ധനും എൻ്റെ ഭാര്യ വയസ്സ് ചെന്നവളുമല്ലോ എന്ന് പറഞ്ഞു. നോക്കണേ, വൃദ്ധനായിട്ടും കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ദൈവം ഉത്തരം കൊടുത്ത് നിനക്ക് കുഞ്ഞുണ്ടാകുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവനൊരു സംശയം, ഇനി കുഞ്ഞുണ്ടാകുമോ? കാരണം ഞാനും വൃദ്ധൻ, എൻ്റെ ഭാര്യയും വൃദ്ധ. അപ്പോൾ ഇനി അത് കഴിയുമോ? നോക്കണേ. അപ്പോൾ നമ്മുടെ പല പ്രാർത്ഥനകളും അർത്ഥമില്ലാത്ത പ്രാർത്ഥനയാണെന്നുള്ളൊരു തെളിവായത്. അപ്പോൾ ഇവിടെ ആ ദൂതൻ പറയുകയാണ്, അതിൻ്റെ 19-ാം വാക്യം, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാകുന്നു, നിന്നോട് സംസാരിപ്പാനും ഈ സദ്വർത്തമാനം നിന്നോട് അറിയിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. അതിൻ്റെ 20-ാം വാക്യം, തക്ക സമയത്ത് നിവൃത്തിയാവാനുള്ള എൻ്റെ ഈ വാക്ക് വിശ്വസിക്കായകൊണ്ട് അത് സംഭവിക്കും വരെ നീ സംസാരിക്കാൻ കഴിയാതെ മൗനമായിരിക്കും എന്നുത്തരം പറഞ്ഞു. കണ്ടോ? അപ്പോൾ ദൈവവചനത്തെ സംശയിച്ചു. അതുകൊണ്ട് ഒരു ചെറിയ പണിഷ്മെൻറ്റ് നോക്കണം. നിനക്ക് ഈ കുട്ടി ഉണ്ടാകുന്നവരെ നിനക്ക് സംസാരിക്കാൻ കഴിയില്ല. പ്രിയമുള്ളവരെ, ദൈവവചനത്തെ നാം ഒരിക്കലും സംശയിക്കാൻ പാടില്ല. ദൂതൻ മുഖാന്തരം വന്ന ദൈവത്തിൻ്റെ അരുളപ്പാട് ഈ വിശുദ്ധനായ നീതിമാനായ ഈ സെക്കരിയാവിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമുക്ക് പുത്രനിലൂടെ ലഭിച്ചിരിക്കുന്ന അരുളപ്പാടുകൾ, തൻ്റെ അപ്പസ്തലന്മാരോട് ലഭിച്ചിരിക്കുന്ന വാക്കുകൾ, ഇവയൊക്കെ നമ്മൾ വിശ്വസിക്കാതിരിക്കുന്നത് അത് എത്രമാത്രം നമുക്ക് നഷ്ടം വരുത്തും എന്ന് നമ്മൾ ചിന്തിക്കണം. എപ്പോഴും ദൈവവചനത്തിൽ പറയുന്ന ആ കാര്യങ്ങളെ അതുപോലെ അനുസരിക്കുവാൻ ഏതെങ്കിലും രീതിയിലും പോരാ, രീതി മാറാൻ പാടില്ല. എങ്ങനെ പറഞ്ഞോ അങ്ങനെ തന്നെ ചെയ്യണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. അങ്ങനെ തന്നെ ചെയ്യുമ്പോഴാണ് ദൈവത്തിന് യഥാർത്ഥ പ്രസാദമുള്ളത്. നമുക്കറിയാം, നമ്മൾ സംഖ്യാപുസ്തകത്തിൽ മോശയുടെ അഹരോൻ്റെ ഒരു അനുഭവം പറഞ്ഞിരിക്കുന്നത് സംഖ്യാപുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. അതിൻ്റെ 12-ാമത്തെ വാക്യം, പിന്നെ യഹോവ മോശയോടും അഹരോനോടും, നിങ്ങൾ ഇസ്രായേൽ മക്കൾ കാണെ എന്നെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം എന്നെ വിശ്വസിക്കാതിരുന്നതുകൊണ്ട് നിങ്ങൾ ഈ സഭയെ അവർക്ക് കൊടുത്തിരിക്കുന്ന ദേശത്തേക്ക് കൊണ്ടുപോകുകയില്ല എന്ന് അരുളി ചെയ്തു. നോക്കണം, അപ്പോൾ വളരെയധികം ആഗ്രഹത്തോടെ കാത്തിരുന്ന കനാൻ ദേശത്തേക്ക് പോകാൻ കഴിയാതെ വണ്ണം തടസ്സം വരാൻ കാരണം എന്നാ അറിയോ? ഇവിടെ പറയാണ്, നിങ്ങൾ എന്ത് ചെയ്തില്ല, നിങ്ങൾ ഇസ്രായേൽ മക്കൾ കാണെ എന്നെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസിച്ചില്ല. അതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ 7 മുതലുള്ള വാക്യങ്ങൾ, അതിൻ്റെ സംഖ്യാപുസ്തകം 20-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങൾ. യഹോവ മോശയോട്, നിന്റെ വടിയെടുത്ത് നീയും സഹോദരനായ അഹരോനും സഭയെ വിളിച്ചുകൂട്ടി
അവർ കാണുക പാറയോട് കൽപ്പിക്കുക, എന്നാൽ അത് വെള്ളം തരും. അപ്പോൾ പാറയോട് കൽപ്പിക്കാൻ പറഞ്ഞ് വിട്ടു. എന്നാൽ മോശ അവരോട് അല്പം കോപിക്കാനിടയായി. ആ കോപത്തിൽ വന്നിട്ട് താൻ എന്ത് ചെയ്യുന്നറിയാമോ? അതിൻ്റെ 10-ാം വാക്യം, സംഖ്യാപുസ്തകം 20-10 മോശയും അഹരോനും പാറയുടെ അടുക്കൽ സഭയെ വിളിച്ചു കൂട്ടി അവരോട്, മത്സരികളെ കേൾപ്പിൻ, ഈ പാറയിൽ നിന്നും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വെള്ളം പുറപ്പെടുവിക്കുമോ എന്ന് പറഞ്ഞ് മോശെ കൈ ഉയർത്തി വടികൊണ്ട് പാറയെ 2 പ്രാവശ്യം അടിച്ചു. വളരെ വെള്ളം പുറപ്പെട്ടു. ജനവും അവരുടെ കന്നുകാലികളും കുടിച്ചു. അപ്പോൾ കൽപ്പിക്കാനാ പറഞ്ഞേ, എന്നാൽ ഇവിടെ അടിച്ചു. അപ്പോൾ അവിടെ ഒരു ചെറിയ അവിവേകം സംഭവിച്ചു. ദൈവം കൽപ്പിക്കാൻ പറഞ്ഞെടുത്ത് മോശയെ അടിച്ചു. ഇതിനു മുൻപും പാറയിൽ നിന്നും വെള്ളം പുറപ്പെട്ടത് നിങ്ങൾക്കറിയാം. ഓരേബിൽ വെച്ച് നമ്മൾ പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 6-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. അന്ന് പറഞ്ഞത് പാറയെ അടിക്കണമെന്നാണ്. അന്ന് അടിച്ചു, വെള്ളം പുറപ്പെട്ടു. എന്നാൽ ഇവിടെ അടിക്കാൻ പറഞ്ഞില്ല, ഇവിടെ പാറയോട് കൽപ്പിക്കാനാണ് പറഞ്ഞത്. നോക്കണമേ, അവിടെ മോശയ്ക്ക് വലിയൊരു തെറ്റ് സംഭവിച്ചു. തനിക്ക് ജനത്തോട് സംസാരിച്ച് വന്നപ്പോൾ തനിക്ക് വാസ്തവത്തിൽ അല്പം കോപമുണ്ടായി. അവരെ മത്സരികളെ എന്ന് വിളിച്ചു. ദൈവജനത്തെ മത്സരികളെ എന്ന് വിളിക്കുന്നത് തന്നെ ദൈവസന്നിധിയിൽ തെറ്റാ. അപ്പോൾ അത് മാത്രമല്ല, ആ ദേഷ്യത്തിൽ മോശ പാറയെ 2 പ്രാവശ്യം അടിച്ചു. ദൈവം വെള്ളം പുറപ്പെടുവിച്ചു എന്നുള്ളത് സത്യമാണെങ്കിലും മോശയ്ക്കും അഹരോനും വാഗ്ദത്ത ദേശത്തേക്ക് പ്രവേശിക്കുവാനായിട്ട് കഴിയാതെ പോയി. നോക്കണം, മോശ വളരെ റിക്വസ്റ്റ് ചെയ്തൊക്കെ നമ്മൾ ആവർത്തന പുസ്തകം 3-ാം അധ്യായം 26-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. കർത്താവ് പറഞ്ഞു, ഇനി അതിനെക്കുറിച്ച് ചോദിക്കുകയേ വേണ്ട. അതൊന്ന് കാണുവാനുള്ള ആഗ്രഹം മോശയ്ക്കുണ്ടായിരുന്നു. കർത്താവ് ഒരു പ്രാവശ്യം പറഞ്ഞാൽ പിന്നീട് അതിന് മാറ്റം ഉണ്ടാകത്തില്ല. നമ്മൾ ചിന്തിക്കണം പ്രിയമുള്ളവരെ, നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? നമ്മളിന്ന് ദൈവവചനം കേൾക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ വചനമായിട്ട് നമ്മൾ അംഗീകരിക്കുന്നുണ്ടോ? ഇന്നും പലപ്പോഴും പലരിലും ഈ വചനം ക്രിയ ചെയ്യാത്തത് അവർ ദൈവവചനമായി വിശ്വസിച്ച് അത് അംഗീകരിക്കുന്നില്ല, അത് സ്വീകരിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. ആ വചനത്തിൻ്റെ ശക്തിക്ക് ഇന്നും യാതൊരു കുറവും ഉണ്ടായിട്ടില്ല പ്രിയമുള്ളവരെ. വചനത്തെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മളതിനെ എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? ഞാൻ പലപ്പോഴും വായിച്ച് കേൾപ്പിക്കാറുള്ളൊരു ഒരു കാര്യമാണ് 1 തെസ്സലോനിക്കർ അതിൻ്റെ 2-ാം അധ്യായം 13-ാം വാക്യം. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു, മനുഷ്യൻ്റെ വചനമായിട്ടല്ല, സാക്ഷാൽ ആകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടവിടാതെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങളിൽ ആ വചനം അതിൻ്റെ ശക്തിയുടെ വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നു. അതാ ദൈവമക്കളെ, നമ്മൾ ഏതൊരു വ്യക്തിയും ദൈവവചനം കേൾക്കുമ്പോൾ ഇത് ദൈവത്തിൻ്റെ വചനമാണ്, ഇത് സത്യവചനമാണ്, ഇതങ്ങനെ തന്നെ സംഭവിക്കും എന്ന് നമ്മൾ വിശ്വസിക്കണം. അങ്ങനെ നമ്മൾ വിശ്വസിച്ചാണോ ദൈവവചനത്തിൽ ഇരിക്കുന്നത്? അങ്ങനെ വിശ്വസിച്ചാണോ നമ്മൾ ദൈവവചനം കേൾക്കുന്നത്? നമുക്ക് അനേക സംഭവങ്ങൾ തിരുവെഴുത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇപ്പോൾ നോക്കുക, മോശയ്ക്കും അഹരോനും വാഗ്ദത്തദേശത്തേക്കൊന്ന് പോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അതിനുവേണ്ടി അവർ വളരെയധികം വീണ്ടും ദൈവത്തോട് അപേക്ഷിക്കുന്നുണ്ട്. എന്നാൽ ദൈവം അപേക്ഷ കേട്ടില്ല. ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ ലംഘിച്ചാൽ, ആ വചനത്തെ അവിശ്വസിച്ചാൽ പ്രിയമുള്ളവരെ, പിന്നീട് നമുക്ക് അതിനുള്ള അവസരം കിട്ടിയെന്ന് വരികയില്ല. അതിലൂടെ നമുക്ക് വലിയ നഷ്ടങ്ങൾ, നിത്യതയിൽ ലഭിക്കേണ്ട അനേക നഷ്ടങ്ങൾ നമുക്കുണ്ടാവും. മോശയും അഹരോനും നശിച്ചുപോയെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ സാരം. എന്നാൽ അവർക്ക് ആ വാഗ്ദത്ത ദേശത്ത് പ്രവേശിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. നമുക്ക് തിരുവചനത്തിൽ പറയുന്നത് നാം കേൾക്കുന്ന കാര്യങ്ങളെ അതുപോലെ വിശ്വസിക്കുവാൻ. കാരണം ഇന്നത് വിശ്വാസമായിട്ട് പോലും പരിണമിക്കുന്നില്ലല്ലോ. വിശ്വാസം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? നമുക്കറിയാം, റോമാലേഖനം 10:17 വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു.
അപ്പോൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ അത് നമ്മളിൽ വിശ്വാസം വളർത്തിയെടുക്കുകയാണ്, വിശ്വാസം രൂപപ്പെടുകയാണ്. മനസ്സിലാക്കണം, അങ്ങനെ അത് വിശ്വാസമായി പരിണമിക്കാതെ വണ്ണം നമ്മൾ അത്രമാത്രം ഹൃദയകാഠിന്യമുള്ളവരാണെങ്കിൽ അവർക്കൊരിക്കലും ഈ ആത്മീയ അനുഭവത്തിൽ വളരുവാനായിട്ട് കഴിയില്ല. അപ്പോൾ അബ്രഹാമിൻ്റെ വിശ്വാസമുള്ളവരായിരിക്കണം. അതാണ് ഒരു അളവുകോലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അബ്രഹാമിൻ്റെ വിശ്വാസം. തിരുവചനത്തെ നമ്മൾ നിസ്സാരമായിട്ട് എണ്ണുന്നുവെങ്കിൽ എത്ര വലിയ ഭക്തനാണെങ്കിലും തീരാ നഷ്ടത്തിൽ തന്നെ കലാശിക്കും. വചനത്തിന് മാറ്റമുണ്ടായില്ല. ഞാൻ ഒന്ന് രണ്ട് സംഭവങ്ങളോട് പറയട്ടെ. ഞാൻ 1 രാജാവ് 13-ാം അധ്യായം അതിൻ്റെ 26-ാം വാക്യത്തിൽ 1 രാജാവ് അതിൻ്റെ 13-ാം അധ്യായം അതിൻ്റെ 26-ാം വാക്യത്തിൽ ഒരു ദൈവപുരുഷനെ കുറിച്ച് പറയുന്ന കാര്യമാണ്. അവിടെ 26 അവൻ യഹോവയുടെ വചനം മറുത്ത ദൈവപുരുഷൻ തന്നെ. യഹോവ അവനോട് അരുളി ചെയ്ത വചനപ്രകാരം യഹോവ അവനെ സിംഹത്തിനെ ഏൽപ്പിച്ചു, അത് അവനെ കീറി കൊന്നുകളഞ്ഞു. ഇത് ദൈവപുരുഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവപുരുഷൻ നോക്കണമേ, ഈ ദൈവപുരുഷൻ ദൈവത്തിൻ്റെ ആലോചന കേട്ട് 13-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, യഹോവയുടെ കൽപ്പനയാൽ യഹൂദയിൽ നിന്നും ബഥേലിലേക്ക് വന്ന ദൈവപുരുഷനാണ്. അവൻ യാഗപീഠത്തെക്കുറിച്ച് പറഞ്ഞത് അതുപോലെ സംഭവിച്ചു. എന്നാൽ ഈ ദൈവപുരുഷനോട് ദൈവം പറഞ്ഞിരുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ആ ദേശത്തു നിന്നും നീ ഒന്നും കുടിക്കാനും കഴിക്കാനും പാടില്ല, നീ പോയ വഴിയായിട്ട് മടങ്ങി വരാൻ പാടില്ല. ഇതെല്ലാം ഡീറ്റെയിൽസും ദൈവം കൊടുത്തതാണ്. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു അതിൻ്റെ 17-ാം വാക്യത്തിൽ വായിക്കുന്നത് ഞാനും നിന്നെപ്പോലെ 18-ാം വാക്യം, ഞാനും നിന്നെപ്പോലെ ഒരു പ്രവാചകനാകുന്നു. അപ്പം തിന്നുകയും വെള്ളം കുടിക്കുകയും ചെയ്യേണ്ടതിന് നീ അവനെ നിന്റെ വീട്ടിൽ കൂട്ടിക്കൊണ്ടു വരിക എന്ന് ഒരു ദൂതൻ യഹോവയുടെ കൽപ്പനയാൽ എന്നോട് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞതോ ഫോഷ്കായിരുന്നു. കണ്ടോ പ്രിയമുള്ളവരെ, ദൈവം നമ്മളോടൊരു കാര്യം പറഞ്ഞാൽ ആ പറഞ്ഞതിൽ നമുക്ക് അവിശ്വാസം ഉണ്ടാകാൻ പാടില്ല. ആര് എത്ര നല്ല ഒരു ഭക്തനായ മനുഷ്യനെന്ന് പറഞ്ഞാലും തിരുവചനം നമ്മളോട് ദൈവം എന്ത് അരുളി ചെയ്തോ അതിന് വിരുദ്ധമായി ആര് പറഞ്ഞാലും നമ്മൾ കേൾക്കാൻ പാടില്ല. അത് നമ്മൾ എത്ര ഗൗരവമായിട്ട് എടുക്കണം. തിരുവചനം നമ്മൾ എന്താണ് കേട്ടത് ആ സത്യത്തെ നമ്മൾ മുറുകെ പിടിക്കണം. പ്രിയമുള്ളവരെ, ഇന്നെന്തെല്ലാം കാര്യങ്ങളിലാണ് ജനങ്ങൾ അവിടെ അങ്ങനെ പഠിപ്പിക്കുന്നു, ഇവിടെ ഇങ്ങനെ പഠിപ്പിക്കുന്നു. ദൈവവചനം എന്താ പഠിപ്പിക്കുന്നത്? കർത്താവ് എന്താണ് അരുളി ചെയ്തിരിക്കുന്നത്? അപ്പോസ്തലന്മാർ എന്താണ് ഉപദേശിച്ചിരിക്കുന്നത്? അതിനെക്കുറിച്ച് ചിന്തിക്കുകയല്ല. അവിടുത്തെ ഇവിടത്തേക്ക് കണ്ടും കേട്ടും ജനങ്ങൾ ഇങ്ങനെ പതറി നടക്കുകയാണ്, ഇടറുകയാണ്. പ്രിയമുള്ളവരെ, തിരുവെഴുത്ത് എന്തു പറയുന്നു എന്ന് നമ്മൾ ശോധന ചെയ്യണം. അതിലാണ് നമ്മൾ നിൽക്കേണ്ടത്. ഇവിടെ ആ ദൈവപുരുഷൻ നോക്കണം. ദൈവപുരുഷനിൽ നിന്ന് വളരെ അപൂർവം ചിലർക്ക് മാത്രമേ നാമം ലഭിച്ചിട്ടുള്ളൂ. അങ്ങനെയുള്ളൊരു ദൈവപുരുഷനായിരുന്നു. പക്ഷേ താൻ ദൈവത്തിൻ്റെ വചനം തന്നോട് അരുളിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മറ്റൊരുവന് വിശ്വസിക്കുവാനും അവനോടുകൂടെ പോയി ആഹാരം കഴിക്കുവാനും ഒക്കെ ഇടയായിത്തീർന്നു. അതിൻ്റെ ഫലമായിട്ട് അവനെ ആ തിന്നുകൊണ്ടിരുന്നപ്പോൾ തന്നെ വിളിച്ചുകൊണ്ട് വന്നവന് ദൈവത്തിന് അരുളപ്പാടുണ്ടായി. നോക്കണം, അതാണ് വയ്യാത്ത വലിയ വിഷയം. അവൻ മരിക്കുവാനിടയായിത്തീർന്നു. നോക്കണേ, എന്നിട്ട് ആ പുരുഷൻ പറയുക, ഇവൻ ആരാണ്? ഇവൻ ദൈവവചനത്തെ മറുതലിച്ചവനാണ്. നോക്കണമേ പ്രിയമുള്ളവരെ, ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അതുപോലെ കേട്ടനുസരിക്കുവാനുള്ളൊരു മനോഭാവം, അതാണ് നമുക്ക് അബ്രഹാമിൻ്റെ വിശ്വാസമുള്ളവരായി നാം തീരണം. ഒരു സംഭവം കൂടെ പറയാം. അത് 2 രാജാവ് അതിൻ്റെ 7-ാം അധ്യായം. 2 രാജാവ് അതിൻ്റെ 7-ാം അധ്യായം. 2 രാജാവ് 7-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യം വായിക്കാം. അപ്പോൾ എലീശ യഹോവയുടെ അരുളപ്പാട് കേൾപ്പിൻ. ആരുടെ അരുളപ്പാടാ? യഹോവയുടെ അരുളപ്പാട്. നാളെ ഈ നേരത്ത് ശമര്യയുടെ പടിവാതിക്കൽ ശെക്കേലിന് 1 സെയ ഗോതമ്പ് മാവും ശെക്കേലിന് 2 സെയ യവവും വിൽക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു.
രാജാവിന് കൈത്താങ്ങൽ കൊടുക്കുന്ന അകമ്പടി നായകൻ ദൈവപുരുഷനോട്, യഹോവ ആകാശത്തിലെ കിളിവാതിലുകൾ ഉണ്ടാക്കിയാലും ഈ കാര്യം സാധിക്കുമോ എന്ന് പറഞ്ഞു. അതിനവൻ, നിന്റെ കണ്ണുകൊണ്ട് നീ അത് കാണും, എങ്കിലും നീ അതിൽ നിന്നും തിന്നുകയില്ല എന്ന് പറഞ്ഞു. നോക്കണേ, എത്ര വിചിത്രമായിരിക്കുന്നു. ഇവിടെ ദൈവത്തിൻ്റെ ദാസനായ എലീശയിലൂടെ ശമര്യയിൽ ഇപ്പോൾ ഭയങ്കരമായിരിക്കുന്ന പട്ടിണിയാണ്. ജനങ്ങൾ വിശന്നിട്ട് സ്വന്തം മക്കളെ കൊന്നു തിന്നുന്ന ഒരു അനുഭവത്തിലായിരിക്കുക. ആ സമയത്താണ് ഇവിടെ എലീശ പറയുകയാണ്, നമ്മുടെ കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ 1 രൂപയ്ക്ക് 2 കിലോ ഗോതമ്പ് കിട്ടുമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കും? എത്ര വില കുറഞ്ഞാലും. അപ്പോൾ വളരെ നിസ്സാര വിലയ്ക്ക് ഇങ്ങനെ സംഭവിക്കും. പിന്നെ അവിടെയുള്ള ഇൻസിഡൻസ് ഒക്കെ നിങ്ങൾക്കറിയാം, ഞാനത് ഒരുപാട് വിശദീകരിക്കുന്നില്ല. എന്നാൽ ഈ അകമ്പടി നായകന് അതിൽ നിന്നും തിന്നുവാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. നമ്മൾ അതേ അധ്യായത്തിൻ്റെ 16ഉം 17ഉം വാക്യം വായിക്കുമ്പോൾ, അങ്ങനെ ജനം പുറപ്പെട്ട് ആരാം പാളയം കൊള്ളയിട്ട് യഹോവയുടെ വചനപ്രകാരം, നോക്കണം, യഹോവയുടെ വചനപ്രകാരം അന്ന് ശെക്കേലിന് 1 സെയ ഗോതമ്പ് മാവും ശെക്കേലിന് 2 സെയ യവവും വിറ്റു. രാജാവ് തനിക്ക് കൈത്താങ്ങൽ കൊടുക്കുന്ന അകമ്പടി നായകനെ വാതിക്കൽ വിചാരകനായി നിയമിച്ചിരുന്നു. ജനം അവനെ ചവിട്ടിക്കളഞ്ഞു. രാജാവ് ദൈവപുരുഷൻ്റെ അടുക്കൽ വന്നപ്പോൾ അവൻ പറഞ്ഞിരുന്നതുപോലെ അവൻ മരിച്ചുപോയി. കണ്ടോ, അവനത് കണ്ടു. ദൈവത്തിൻ്റെ ദാസൻ പറഞ്ഞതുപോലെ അവിടെ നടക്കുന്നത് കണ്ടു. എങ്കിലും അവൻ അനുഭവിക്കാൻ കഴിഞ്ഞില്ല. ദൈവമക്കളെ, നിത്യതയോടുള്ള ബന്ധത്തിൽ നമ്മൾ ദൈവവചനത്തെ സംശയിക്കുന്നവരാകരുത്. ദൈവവചനത്തെ അതുപോലെ നാം അനുസരിക്കുന്നവരാകണം. അതാ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അബ്രഹാം നീതീകരിക്കപ്പെട്ടത് വിശ്വാസത്താല, ഏതെങ്കിലും പ്രവൃത്തിയാലല്ല. അപ്പോൾ വിശ്വാസം, അതാണ് ഇന്ന് നമുക്ക് ഏറ്റവും വലിയ ആധാരമായിരിക്കുന്ന വിഷയം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഞാൻ സമയം അതിക്രമിച്ചതുകൊണ്ട് ഞാൻ തുടർന്നുള്ള കാര്യം നാളത്തെ ക്ലാസ്സിൽ നിങ്ങളോട് പറയാം. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ആത്മാർത്ഥമായിട്ട് മനസ്സിലാക്കണമേ. നിങ്ങൾ കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനം, നിങ്ങൾ വചനം കേൾക്കുന്നുവെങ്കിൽ അതിനെ ഒരു കഥ കേൾക്കുന്നത് പോലെ നിങ്ങൾ അതിനെ ചിന്തിക്കരുത്, ഗണിക്കരുത്. ഇത് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവവചനമായി തന്നെ നിങ്ങൾ കേട്ട് അതിനെ ഹൃദ്യസ്ഥമാക്കുക, അതിനെ സ്വന്തമാക്കുക, അതിനെ അനുസരിക്കുക, ജീവിതത്തിലാക്കുക. അതിനെ നിങ്ങൾ ഉത്സാഹിക്കുന്നുവെങ്കിൽ നമ്മളും അബ്രഹാമിനോടുകൂടെ എല്ലാ വാഗ്ദത്തത്തിൻ്റെ അവകാശികളായി അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട് നമ്മൾ ഈ കഴിഞ്ഞ നാളുകളിലെല്ലാം അനേക വിഷയങ്ങൾ നമ്മൾ ഓരോ ചെറിയ ചെറിയ വിഷയങ്ങളായി നമ്മൾ കേൾക്കുകയുണ്ടായി. അപ്പോൾ ഇന്ന് നമ്മുടെ വിശ്വാസം, ദൈവവചനത്തിലുള്ള വിശ്വാസം, കർത്താവിലുള്ള വിശ്വാസം, അത് നമുക്ക് എപ്രകാരമുണ്ട്? ദൈവം അരുളി ചെയ്യുന്ന കാര്യങ്ങൾ, കർത്താവ് പറയുന്ന കാര്യങ്ങൾ. ഇന്ന് നമ്മൾ യഹോവ അരുളി ചെയ്തെന്ന് പറയാറില്ല. കാരണം ഇന്ന് നമ്മളിൽ സംസാരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് നമ്മൾ ഈ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുന്ന ആലോചനകൾ, അതിനെ നമ്മൾ നിസ്സാരമായി കാണരുത്. അത് നമ്മൾ മുറുകെ പിടിക്കണം. അത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തണം. അങ്ങനെ നാം അബ്രഹാമിൻ്റെ വിശ്വാസമുള്ളവരായിരിക്കണം. വിശ്വാസം നമ്മൾ പരിശോധിക്കണം. നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നുവെന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പീൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവീൻ. 2 കൊരിന്ത്യർ 13:5 നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അപ്പോൾ ഞാൻ എല്ലാം എടുത്ത് വായിക്കുന്നില്ല. ഒരു കാര്യം ഞാൻ പറയട്ടെ. ഇന്ന് നമുക്ക് അബ്രഹാമിനുള്ളതുപോലെയുള്ള വിശ്വാസം ഇന്ന് എനിക്കുണ്ടോ? ആ വിശ്വാസമാണ് യഥാർത്ഥത്തിൽ നമ്മളെ നീതീകരിക്കുന്നത്. അങ്ങനെ ഉള്ള വിശ്വാസമുള്ളൊരു വ്യക്തിയെ യഥാർത്ഥത്തിൽ നീതീകരിക്കപ്പെടുന്നത്. ഞാനത് നാളെ നിങ്ങൾക്ക് അതൊന്നുകൂടെ വിവരിക്കാം. കർത്താവ് ഈ വചനങ്ങളാൽ നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിന് മാത്രം മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ.